ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ സമയം 5 മണിയാട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ഓഫീസിലെ ഓണ സെലിബ്രേഷനാണേ. രാവിലെ നേരത്തെ ഇറങ്ങിയാൽ നമ്മൾ കറക്റ്റ് ഒരു 10 ആകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തത്തുള്ളൂ. അപ്പോൾ രാവിലെ കാർപൂൾ എടുത്ത് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുവാണേ. തലേദിവസം ഫാമിലിയിൽ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി, അത്യാവശ്യം നല്ല ടയേർഡും ആട്ടോ. അതുകൊണ്ട് രാവിലെ എണീറ്റ് സാരി എടുക്കാനൊന്നും നിന്നില്ല, എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 മണിക്കൂർ ട്രാവലുണ്ട്. ട്രാവലൊക്കെ ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്കൊന്ന് ഫ്രഷപ്പായി സാരി ഉടുത്ത് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ചെന്നിട്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകാട്ടോ. ഞാൻ ഓഫീസിലൊരു ഓണം സെലിബ്രേഷൻ പോയിട്ട് നല്ല ഗ്യാപ്പായിട്ടോ. ഒരു 6 വർഷം മുന്നെയാണ് ഞാൻ ലാസ്റ്റ് ഓഫീസിൽ ഓണം കൂടിയേക്കുന്നത്. നമ്മൾ ഹൈവേ ഒക്കെ കഴിഞ്ഞ് ബോർഡറിലോട്ട് കയറിയപ്പോൾ ഇഷ്ടം പോലെ കോളേജുകളുണ്ട്. അപ്പോൾ അവിടുത്തെ കോളേജുകളിലൊക്കെ ഇന്നാന്ന് തോന്നുന്നു ഓണം സെലിബ്രേഷൻ. നിറയെ കുട്ടികളൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച് പോകുന്നതാണ് നല്ല രസമാട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കോയമ്പത്തൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒരു റീയൂണിയനും കൂടെ ആട്ടോ ഇന്ന്. എല്ലാവരും പയ്യെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പയ്യെ ഓഫീസിലേക്ക് കയറി. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ഇരുന്ന് പൂക്കളം ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പഞ്ചിങ് ചെയ്ത് ഓഫീസിൽ കയറാം. ഇന്ന് നമുക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ കേട്ടോ. ഹാഫ് ഡേ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ പോയി റെഡിയായി സാരിയൊക്കെ കൊടുത്ത് വന്നിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അത് ഈ IT ഫീൽഡിൽ അങ്ങനെയാട്ടോ. എന്തൊക്കെ സെലിബ്രേഷനാണ്, ഫങ്ഷൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ടൈം ലൈനും ലൈവൊക്കെ ഉണ്ടെങ്കിൽ ഉടുത്തൊരുങ്ങി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് വർക്ക് തന്നെ ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഹാഫ് ഡേ ആക്കിയേ. എങ്കിലേ വർക്കൊക്കെ കഴിഞ്ഞ് ഓണ സെലിബ്രേഷനിലേക്കൊന്നും കയറാൻ പറ്റത്തുള്ളൂ. ഓണസദ്യ കഴിഞ്ഞ് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമായിട്ടോ നമുക്ക് ഓണ സെലിബ്രേഷന് വേണ്ടി അലോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിലേക്ക് ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റെഡും ബ്ലാക്കും വരുന്നൊരു മൽക്കോട്ടൻ സാരി കേട്ടോ. ഇപ്പോൾ എന്തായാലും മൽക്കോട്ടൻ്റെ ട്രെൻഡാണല്ലോ. അതിലേക്ക് സിമ്പിളായി കുപ്പിയോളയും ഒരു ഹെവി കമ്മലൊക്കെ ഇട്ടൊന്ന് സ്റ്റൈൽ ചെയ്തേക്കുവാണേ. അപ്പോൾ ഇതാട്ടോ ഈ വർഷത്തിൻ്റെ ഓഫീസ് ഓണം ലുക്ക്. ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കും പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഒരു അടിപൊളി പൂക്കളം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഹെവിയാണ്. എന്തായാലും ഉടുത്തൊരുങ്ങി വന്നല്ലേ, നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാട്ടോ. സാരിയൊക്കെ കൊടുത്തു വന്നപ്പോൾ എല്ലാവരും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു മാർഗ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്കും നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട്. ചെന്നപ്പോൾ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് കഴിച്ചാൽ മതി. കേരളത്തിൻ്റെ പുറത്ത് പോയി കേരള സദ്യ കഴിച്ചിട്ടാന്ന് തോന്നുന്നു. സദ്യ എത്ര പോരായിരുന്നു, അത്രയും നല്ല തീരെ പോരായിരുന്നു. നമ്മളീ മലയാളികൾക്ക് അങ്ങ് തമിഴ്നാട്ടിലുണ്ടാക്കുന്ന സദ്യ അത്ര പിടിക്കത്തില്ല. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ലീവായി കേട്ടോ. ഓണ സെലിബ്രേഷൻ വേണ്ടി എല്ലാവരും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവേലി എത്തി. ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം സ്ലോട്ട് മാത്രമേ നമുക്ക് സെലിബ്രേഷന് കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷേ ആ ടൈമിനുള്ളിൽ ഓണപ്പാട്ടുണ്ടായിരുന്നു, തിരുവാതിര ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു. ആകെ മൊത്തം കുറച്ച് ബഹളങ്ങളും ആർപ്പുവിളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായിട്ടോ, നല്ല ലേറ്റായേ. അപ്പം നമ്മൾ വീട്ടിലെത്താൻ അതനുസരിച്ച് ലേറ്റായി. നൈറ്റ് 12-1 മണിയൊക്കെ ആയിട്ടോ നമ്മൾ എത്തിയപ്പം. കേരളത്തിന് പുറത്ത് പോയി ഓണം ആഘോഷിക്കുമ്പോൾ അതിന് അതിൻ്റേതായ കുറവുകളുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കൊച്ചിയിലെ ഓണ സെലിബ്രേഷൻ ഇങ്ങനെയേ അല്ലായിരുന്നു. ഹസ്ബൻഡ് അവരുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഓപ്പൺ എയറിലുള്ള വടംവലിയും ഉറിയടിയും ഓണക്കളികളും ആർപ്പുളികളും ഒക്കെ മിസ് ചെയ്തിട്ടോ. അതിന് നമ്മൾ കേരളത്തിൽ തന്നെ ആഘോഷിക്കണം.
വലിക്കണം